ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. കാരണം 30,000 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 20,000 അല്ലെങ്കിൽ 21-22,000 പേരൊക്കെ ആയിരിക്കും എക്സാം എഴുതുക. സീരിയസ് ആയിട്ട് എഴുതുക എത്ര പേരാണ്? ഏകദേശം 10,000 പേരാണ്. അത് ഹായ് ഓൾ, വെൽക്കം ടു എച്ച്യൂസ് അക്കാഡമി. നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാം അല്ലേ, അത് പടിവാതിൽക്കൽ എത്തിയില്ലേ. അതായത് നമ്മുടെ എക്സാം വരിക ജൂലൈ മാസം 18-ാം തീയതിയാണ്. ഇനി എത്ര ദിവസമുള്ളത് നമ്മുടെ എക്സാമിന് വേണ്ടി? ഏകദേശം 55 ദിവസം അല്ലെ. നമ്മുടെ എക്സാമിന് വേണ്ടി ഇനി ഏകദേശം 55 ദിവസമാണ് ഉള്ളത്. അപ്പൊ ആക്ച്വലി പല സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നു, സാർ ഞങ്ങള് പഠിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ചെങ്കിൽ പഠിച്ചു തുടങ്ങി, പക്ഷെ ഒരു സീരിയസ് ആയിട്ട് ഞങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പം ഇനി ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ മതിയോ? അതായത് സീരിയസ് ആയിട്ട് ഇനി ഒന്ന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ DME എക്സാം കിട്ടുമായിരിക്കും. അതായത് ഒരുപാട് പേരൊക്കെ എഴുതുന്ന എക്സാം ആണ് എന്നാണ് പൊതുവെ പറയുന്നത് അല്ലെ. അതായത് 60,000 പേര് അല്ലെങ്കിൽ 80,000 പേരൊക്കെ എഴുതുന്ന എക്സാം എന്നാണ് പൊതുവെ പറയുക. അപ്പം അത്രയും പേരില് ഞങ്ങൾക്ക് കിട്ടാനൊരു സാധ്യത ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആക്ച്വലി അവർക്ക് ഒരു റിപ്ലൈ എന്ന നിലയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുക. സാധാരണ നമ്മുടെ DME എക്സാം എഴുതുക ഏകദേശം ഒരു 60,000 പേരൊക്കെ എഴുതിക്കൊണ്ടിരുന്ന എക്സാം ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച്, അതായത് PSC കഴിഞ്ഞ ദിവസം, അതായത് PSC കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത ഡീറ്റെയിൽസ് അനുസരിച്ചാണ് പറയുന്നത് എത്ര പേരാണ് നമ്മുടെ എക്സാമിന് കൺഫർമേഷൻ കൊടുത്തത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം PSC കൺഫർമേഷൻ ചോദിക്കും അല്ലെ. അപ്പൊ ആ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ എക്സാം എഴുതാൻ കഴിയത്തുള്ളൂ. ഇൻ കേസ് ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് എക്സാം എഴുതാനായിട്ട് കഴിയില്ല അല്ലെ. അപ്പം ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് പലരും ചോദിക്കുന്നതാണ്, ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് DME സ്റ്റാഫ് നഴ്സ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുമോ എന്ന്. ഉത്തരം ഇതാണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഈ 30,000 പേരിൽ താഴെയാണ് കേട്ടോ. ഏകദേശം 30,000 പേരിൽ താഴെ ഉള്ള കാൻഡിഡേറ്റ്സ് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്, ഈ 30,000 പേർക്ക് മാക്സിമം വന്നു കഴിഞ്ഞാലും എക്സാം എഴുതാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ വേക്കൻസീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 1000 മുതൽ 1500, ഇത് ഏറ്റവും മിനിമം ആണ് കേട്ടോ. ഏറ്റവും മിനിമം വേക്കൻസീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1000 മുതൽ 1500 വരെ പോസ്റ്റിംഗ് ഈ ലിസ്റ്റിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലെ, റാങ്ക് ലിസ്റ്റിലെ മുകളിൽ വരുന്നവർക്കായിരിക്കും ആദ്യം പോസ്റ്റിംഗ് ലഭിക്കുക. അപ്പം ആദ്യമേ സാലറി കിട്ടി തുടങ്ങുക ആർക്കാണ്? റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് വരുന്നവർക്കായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? റാങ്ക് ലിസ്റ്റിന്റെ മുകളിലേക്ക് വരാനായിട്ടായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതായത് എപ്പോഴും നമ്മളിപ്പം എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അതോടൊപ്പം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും പഠിക്കണം. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ കേട്ടോ, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ ടഫ് ആണ്, ഏതെങ്കിലും ഒരു ഏരിയ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, പഠിച്ചിട്ട് മെമ്മറിയിൽ നിൽക്കുന്നില്ല, അങ്ങനെയുള്ള ഏരിയാസ് നിങ്ങൾ വിട്ടുകളയാതെ അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അതിൽ നിന്ന് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ടഫ് മാത്രമല്ല കേട്ടോ, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. കാരണം ചിലപ്പോൾ നമ്മൾ വളരെ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയിട്ട് വളരെ ബേസിക് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ആൻസർ ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാക്സിമം, അതായത് ഇനി ഒരു 55 ദിവസമേ ഉള്ളൂ അല്ലേ. ആ 55 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലിക്കാരൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാരി ആകണം എന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 30,000 പേരിന് തൊട്ട് താഴെ മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഏകദേശം എക്സാം എഴുതുക. ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഈ കൺഫർമേഷൻ കൊടുത്തവര് എല്ലാവരും എക്സാം എഴുതുമോ? ഇല്ല കേട്ടോ. അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. കൺഫർമേഷൻ കൊടുത്തിട്ട് ചിലപ്പം പലരും എബ്രോഡ് ഒക്കെ പോയിട്ടുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എക്സാം എഴുതാൻ കഴിയാതെ ഉണ്ടാകും. അപ്പൊ ഏകദേശം ഒരു 20,000 ഇൻ ആൻഡ് അറൗണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ ഒരു 20,000 അല്ലെങ്കിൽ 22,000 പേരൊക്കെ ആയിരിക്കും നമ്മുടെ എക്സാം എഴുതുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ. 30,000 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 20,000 അല്ലെങ്കിൽ 21-22,000 പേരൊക്കെ ആയിരിക്കും എക്സാം എഴുതുക. അതിൽ വളരെ സീരിയസ് ആയിട്ട് എക്സാം പഠിച്ച് അറ്റൻഡ് ചെയ്യുന്നവര് എന്താണെങ്കിലും ഈ 10,000 പേരിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കൺഫർമേഷൻ കൊടുത്തവരിൽ എക്സാം എഴുതുന്നവരിൽ വെറും 10,000 പേര് മാത്രമേ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവുള്ളൂ. അവർ മാത്രമേ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ കോമ്പറ്റീഷൻ വരുന്നത് എവിടെയാണ്? ഈ 10,000 പേരുമായിട്ടാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ വരിക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 1000-1500 പോസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റില് ആകെ എഴുതുക എത്ര പേരാണ്? ആകെ പഠിച്ച് സീരിയസ് ആയിട്ട് എഴുതുക എത്ര പേരാണ്? ഏകദേശം 10,000 പേരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 55 ദിവസം കേട്ടോ, ഈ 55 ദിവസം നിങ്ങളുടെ എല്ലാ കംഫേർട്ട് സോണും ഉപേക്ഷിച്ച് കേട്ടോ, നിങ്ങളുടെ കംഫേർട്ട് സോണ്, നിങ്ങളുടെ
ലെഷർ ടൈമും ഒക്കെ മാറ്റിവെച്ച് സീരിയസ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ലിസ്റ്റിൽ ജോലിക്ക് കയറാനായിട്ട് കഴിയും കേട്ടോ. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോയിൽ ആക്ച്വലി പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറയുന്നു, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. അതായത് നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ട് വെറുതെ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല അല്ലെ. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ് സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണേണ്ട ഒരു കാര്യമല്ല, അത് നിങ്ങളുടെ ഉറക്കം കെടുത്തേണ്ടതാവണം അല്ലെ. അതായത് നമ്മൾ ഉറക്കമൊക്കെ മാറ്റിവെച്ച് ഉറക്കമൊക്കെ കുറച്ച്, ഒരുപാട് ഉറങ്ങരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങാം. അതിനുശേഷം എന്താണ് നിങ്ങളുടെ ടൈമൊക്കെ മാറ്റിവെച്ച്, നിങ്ങളുടെ ലെഷർ ടൈമൊക്കെ മാറ്റിവെച്ച് നന്നായിട്ട് പഠിക്കുക. ഈ 55 ദിവസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ വിജയം നിങ്ങളുടെ കൂടെ പോരും കേട്ടോ. അപ്പൊ ഇത്രയാണ് ആക്ച്വലി ഇവിടെ പറയാനായിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ, നമ്മുടെ എജുസ് അക്കാഡമിയിൽ ക്രാഷ് ബാച്ചിന്റെ അഡ്മിഷൻ നടന്നു വരുന്നു. അപ്പൊ ബാച്ച് ഇനി കുറച്ച് ഏതാനും സീറ്റുകൾ കൂടെ ഫില്ലാകാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ആക്ച്വലി സ്റ്റഡി പ്ലാൻ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ് അല്ലെ. അതായത് ക്ലാസ്സുകളുണ്ട്, കൂടാതെ നമ്മളൊരു സെൽഫ് റിവിഷൻ മൊഡ്യൂൾ നമ്മൾ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇപ്പൊ ആക്ച്വലി ഫാക്കൽറ്റിയുടെ ലൈവ് റിവിഷൻ കേട്ടോ, ഫാക്കൽറ്റിയുടെ ലൈവ് റിവിഷൻ സെഷൻ നടന്നു വരികയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് മിനിമം 2-2.5 മണിക്കൂർ കേട്ടോ, മിനിമം 2-2.5 മണിക്കൂർ ക്ലാസ്സുകൾ ലൈവായിട്ട് തന്നെ ഉണ്ടാകും. കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഉണ്ടാകും. ഇപ്പോൾ ആക്ച്വലി ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം ക്ലാസ് ഉണ്ടായിരുന്നു. 5:30 മുതൽ 7 മണി വരെ ഇന്ന് രാവിലെ ലൈവ് ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ന് 7 മുതൽ 9 വരെ. അപ്പൊ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ, ഏകദേശം 3.5 മണിക്കൂറാണ് ഇന്നത്തെ ലൈവ് ക്ലാസ് വരിക. അപ്പൊ ഇതുപോലെ തന്നെയാണ് നാളെയും ഇതുപോലെ തന്നെയാണ് ഷെഡ്യൂൾ വരിക. അപ്പോൾ ലൈവ് റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ ഫാക്കൽറ്റിയുടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ, അതായത് നമ്മളൊരു 3 റൗണ്ട് റിവിഷൻ ആണ് ഫാക്കൽറ്റീസ് തന്നെ തരിക കേട്ടോ. അതായത് ഇപ്പോൾ ഒരു റൗണ്ട് റിവിഷൻ നടന്നു വരികയാണ്. നെക്സ്റ്റ് ജൂലൈ മുതൽ നമ്മുടെ മാരത്തൺ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആർക്കാണ്? നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിനാണ് കേട്ടോ. കൂടാതെ ഒരു ഫുൾ സിലബസ് റിവിഷനും നടത്തിയിട്ടായിരിക്കും നമ്മൾ സ്റ്റുഡൻസിനെ എക്സാമിന് വേണ്ടി വിടുക. അപ്പൊ ഇത് ഉറപ്പായിട്ട്, അതായത് ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് നഴ്സിംഗിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പഠിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാം പാസ്സാകാനായിട്ട് കഴിയും. അതിന് അഡ്മിഷൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൂടെ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ടൈമൊക്കെ മാറ്റി വെച്ച് ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി നന്നായിട്ട് പഠിക്കുക. വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.